ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി മദ്യനയ അഴിമതിയിൽ നേരിട്ട് പങ്കുണ്ടെന്ന് ഇഡി. കെജ്രിവാൾ സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് കോഴ ചോദിച്ചു വാങ്ങി. അഴിമതിയിലെ ആസൂത്രണം കെജ്രിവാളിന്റെ നേതൃത്വത്തിലാണ് നടന്നത്. ഗോവ തെരഞ്ഞെടുപ്പിൽ അഴിമതി പണം ഉപയോഗിച്ചു. വാട്സ്ആപ്പ് ചാറ്റുകളും സാക്ഷി മൊഴികളും തെളിവെന്നും ഇഡി. അതേസമയം അരവിന്ദ് കെജ്രിവാളിനെ 10 ദിവസത്തേക്ക് ഇഡി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണനും ഡൽഹി റോസ് അവന്യൂ കോടതിയുടെ മുന്നിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനും ചേരുന്നു. ആദ്യം ജിഷ്ണുവിലേക്ക് പോകാം. ജിഷ്ണു, കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. 10 ദിവസത്തെ ഇഡി കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ലഭിക്കുമെന്ന് തന്നെയാണോ കരുതേണ്ടത്? രോഹിണി, ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. 2 മണിയോടുകൂടിയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ അഴിമതി കേസിൽ റോസ് അവന്യൂ കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹാജരാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം വാദം 2 മണിക്കൂർ പിന്നിടുന്നു. ആദ്യം വാദം ഉന്നയിച്ചിട്ടുള്ള അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു ഇഡിക്ക് വേണ്ടിയുള്ള വാദങ്ങളാണ് മുൻപോട്ട് വെച്ചിട്ടുള്ളത്. അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിന് ഈ മദ്യനയ അഴിമതി കേസിൽ വളരെ വ്യക്തമായ പങ്കുണ്ട്. ഈ അഴിമതി കേസിന്റെ മുഖ്യ സൂത്രധാരൻ തന്നെ അരവിന്ദ് കെജ്രിവാളാണ്. അദ്ദേഹത്തിന് ഈ കൂട്ടുപ്രതികളുമായുള്ള ബന്ധം, അത് വാട്സ്ആപ്പ് ചാറ്റ് വഴിയും ഒപ്പം പണം ലഭിച്ചതിന്റെ രേഖകളും ജിഷ്ണുവിന്റെ ശബ്ദ സംപ്രേഷണത്തിൽ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ജിഷ്ണുവിലേക്ക് എത്താം. ഗൗതം ചേരുന്നു. ഗൗതം, കൃത്യമായ ഇടപെടൽ കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് തന്നെയാണ് ഇഡി കോടതിയുടെ മുൻപാകെ പറഞ്ഞത്. അഴിമതി പണം, കോഴപ്പണം ചോദിച്ചു തന്നെയാണ് കെജ്രിവാൾ വാങ്ങിയിട്ടുള്ളത്. ഈ അഴിമതിയിൽ നേരിട്ട് പങ്കുള്ള മുഖ്യ സൂത്രധാരനും അരവിന്ദ് കെജ്രിവാളാണ് എന്ന് തന്നെയാണ് ആരോപണം ഉയരുന്നത്. രോഹിണിയും ഗുരുതരമായ ആരോപണങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കോടതിക്കകത്ത് ഈ വാദമുഖത്തിൽ തുറന്നിരിക്കുന്നത്. അതായത് 600 കോടി രൂപയുടെ പണമിടപാട് ഈ ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് നടന്നു എന്നതാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇക്കാര്യം കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ഈ 600 കോടി രൂപയിൽ വലിയൊരു തുക കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഇഡി വിശദീകരിക്കുന്നത്. ഇതിൽ ആം ആദ്മി പാർട്ടി 45 കോടി രൂപ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചുവെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ വാദിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഈ ഒരു ഇടനിലയുടെ ഈ മദ്യനയ അഴിമതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് എന്ന പരാമർശമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. അതായത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ നയം രൂപീകരിക്കുന്നതിലും ഇത്തരത്തിൽ ഔട്ട്ലെറ്റുകൾ സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കുന്നതിലുമെല്ലാം കൃത്യമായ ഇടപാട് നടത്തിയത് അരവിന്ദ് കെജ്രിവാളാണ്. മുഖ്യ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് മലയാളിയായിട്ടുള്ള വിജയ് നായരാണ്. നമുക്കറിയാം, വിജയ് നായർ നേരത്തെ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ തലവനായി ഡൽഹി കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. ഇദ്ദേഹം കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിക്ക് സമീപത്ത് താമസിച്ചുകൊണ്ടാണ് ഈ മദ്യനയ ഇടപാട് നടത്തിയത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. വളരെ നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഡിജിറ്റൽ തെളിവുകൾ, വാട്സ്ആപ്പ് ചാറ്റുകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ ധരിപ്പിച്ചു. അതിനാൽ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. ഏറ്റവും കുറഞ്ഞത് 10 ദിവസത്തെങ്കിലും കസ്റ്റഡി കാലാവധിയിൽ വിടണം എന്നതാണ് ഇഡി ഇപ്പോൾ ഈ റോസ് അവന്യൂ കോടതിക്ക് മുമ്പാകെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ഹാജരായി. എന്ത് കാരണത്താലാണ് അതിവേഗത്തിൽ ഇത്തരത്തിലൊരു അറസ്റ്റ് ഉണ്ടായത് എന്ന ചോദ്യമാണ് മനു അഭിഷേക് സിംഗ്വിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതായത് ചോദ്യം ചെയ്യൽ പോലും നടന്നിട്ടില്ല. ചോദ്യം ചെയ്യൽ നടക്കാതെ എന്തിന് ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു അറസ്റ്റ് നടത്തി എന്ന ചോദ്യം അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചു. മാത്രമല്ല, ഭാരതത്തിന്റെ ചരിത്രത്തിൽ അധികാരത്തിൽ ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആദ്യത്തെ സംഭവമാണ് എന്ന നിലപാട് കൂടി കോടതിക്കകത്ത് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് 9 തവണ സമൻസ് അയച്ചിട്ടും അതിന് കൃത്യമായ മറുപടി നൽകാൻ അരവിന്ദ് കെജ്രിവാൾ തയ്യാറായിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ അറസ്റ്റ് ആവശ്യമാണ്, അല്ലെങ്കിൽ അറസ്റ്റിന്റെ പ്രസക്തി എന്താണ് എന്നതാണ് കോടതിക്ക് മുമ്പാകെ തെളിവുകൾ നിരത്തിക്കൊണ്ട് ഇഡി വാദിക്കുന്നത്. എന്തായാലും ഈ വാദപ്രതിവാദങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഏതാണ്ട് 1.5 മണിക്കൂർ ഇപ്പോൾ സമയം പിന്നിട്ടിരിക്കുകയാണ്. സ്വാഭാവികമായും കോടതി ഉടൻ തന്നെ ഇത് സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, കോടതിയുടെ മുന്നിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ജിഷ്ണു, തുടരാം.
ഏകദേശം 2 മണിക്കൂറായി കോടതി നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വാദം നടക്കുമ്പോൾ ആദ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി അഡീഷണൽ കോടതിയിൽ വാദം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കേസിൽ വളരെ കൃത്യമായ തെളിവ് അരവിന്ദ് കെജ്രിവാളിനെതിരെയുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിന്റെ ഇ ഡി കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കെജ്രിവാളിന് നിർണായകമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇ ഡി ആരോപിക്കുന്നത്. അഴിമതിയിൽ നേരിട്ട് പങ്കുള്ള മുഖ്യ സൂത്രധാരനും അരവിന്ദ് കെജ്രിവാളാണ് എന്ന് തന്നെയാണ് ഇ ഡിയുടെ വാദം. കെജ്രിവാൾ സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് കോഴ ചോദിച്ചു വാങ്ങി. അതുമാത്രമല്ല, കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ വലിയ അഴിമതി നടന്നത്. ഇടനിലക്കാരെക്കാളൊക്കെ കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ഈ കോഴയ്ക്ക് കൂട്ടുനിന്നത് എന്നുള്ളതും വ്യക്തമാവുകയാണ്. എന്തായാലും 10 ദിവസത്തെ കസ്റ്റഡി ചോദിച്ചുകൊണ്ടുള്ള വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ കോടതിയിൽ നടക്കുകയാണ്.